ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി രൂപം നൽകിയ ജനകീയ വിദ്യാഭ്യാസ നയം ആസ്പദമാക്കിയുള്ള ചർച്ചാ സമ്മേളനം ശനിയാഴ്ച കായംകുളത്ത് നടക്കും. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി രൂപം നൽകിയ കരട് ജനകീയ വിദ്യാഭ്യാസ നയം 2025 ആധാരമാക്കി കായംകുളത്ത് ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അറിയിച്ചു. ഭാഷാ പഠനം വേണ്ടാത്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നിരാകരിക്കുന്ന വെറും തൊഴിൽ മാത്രം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ വെറും കമ്പോള വ്യവസ്ഥയുടെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വെറും അടിമകളാക്കി മാറ്റുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം സംസ്കാരത്തിൻ്റെയും ഇതുവരെയുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങളുടെയും അന്തകരായി തീരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇതിനെതിരെ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി കഴിഞ്ഞ 5 വർഷങ്ങളായി നിരന്തരമായ പ്രക്ഷോഭങ്ങളും ധർണകളും സമരങ്ങളും ചർച്ചാവേദികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ DPEPയുടെയും SSIയുടെയും പിന്തുടർച്ച മാത്രമാണ്. ഒന്നിനും കൊള്ളാത്ത കുറേ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു ദ്രോഹ കൃത്യം മാത്രമാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം. അതിനെ എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് വിദ്യാഭ്യാസ സ്നേഹികളുടെയും മാനവികത ഇഷ്ടപ്പെടുന്നവരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും കടമയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ നവംബർ മാസം 29-ാം തീയതി കായംകുളത്തെ ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വളരെ വിശേഷപ്പെട്ട വിദ്യാഭ്യാസ ചർച്ചാ സമ്മേളനം നടക്കുന്നത്. ആ ചർച്ചാ സമ്മേളനത്തിൽ നിരവധി പ്രഗത്ഭന്മാരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്നേഹികളായ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ആ ചർച്ചാവേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രൊഫസർ ജോർജ് ജോസഫ് അവർകളാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ വിഷയ അവതരണം നടത്തുന്നത് പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനും മാധ്യമ പ്രവർത്തകനുമായ M. ഷാദർ ഖാൻ അവർകളാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് SN കോളേജിലെ മുൻ പ്രിൻസിപ്പളും മുൻ ശ്രീനാരായണ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ അഞ്ജയ് രഘു അവർകളാണ്. നിരവധി പ്രഗത്ഭന്മാരായ വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ക്രോഡീകരിക്കുന്ന അഭിപ്രായങ്ങൾ ഡിസംബർ 2-ാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ക്രോഡീകരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ 2026 ജനുവരി മാസം 24-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചാ വേദിയിൽ ഇത് അവതരിപ്പിക്കുകയും ഇത് ക്രോഡീകരിച്ചുണ്ടാക്കുന്ന ജനകീയമായ അഭിപ്രായങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിൻ്റെ ബദൽ നിർദ്ദേശങ്ങൾ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്രോഡീകരിക്കുന്ന അഭിപ്രായങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നമ്മൾ സമർപ്പിക്കുന്നതാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നതാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ജനകീയ അഭിപ്രായങ്ങളിലൂടെ വരുത്തേണ്ട മാറ്റങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി നടത്തുന്നത്. ഈ നവംബർ 29-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടക്കുന്ന ആ ചർച്ചാ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഗവൺമെന്റ് ബാങ്ക് എംപ്ലോയീസ് ഹാളിലാണ് ചർച്ചാ സമ്മേളനം നടക്കുക. AISEC സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ബി ദിലീപൻ അധ്യക്ഷത വഹിക്കും. AISEC വൈസ് പ്രസിഡന്റ് M. ഷാദർ ഖാൻ വിഷയാവതരണം നടത്തും. കേരള സർവകലാശാലയുടെ ശ്രീനാരായണ സ്റ്റഡി സെന്റർ മുൻ ഡയറക്ടറായ ഡോക്ടർ രഘു ആഞ്ചേൽ മുഖ്യപ്രഭാഷണം നടത്തും. സുജാത സരോജം, അഡ്വക്കേറ്റ് ഒഹാരിസ്, ഡോക്ടർ MH രമേശ് കുമാർ, I. ഹുസൈൻ, വിജയൻ ചെമ്പക, ഡോക്ടർ P. പ്രണവ് ജീവൻ, അഡ്വക്കേറ്റ് BK രാജഗോപാൽ, R. പാർത്ഥസാരഥി വർമ്മ, മായ വാസുദേവ്, TM സുരേഷ് കുമാർ, അശോകൻ രാമാനുജൻ, വിദ്യ VP, R. പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിക്കും. സമ്മേളനത്തിന് N. ഉദയകുമാർ സ്വാഗതവും റോസ അജയകുമാർ നന്ദിയും പറയും. CDNet ന്യൂസ് കായംകുളം.